ഡോറിൽ ശക്തമായ നിർത്താതെയുള്ള മുട്ടുകേട്ട് ചന്തു ഞെട്ടി കണ്ണുകൾ തുറന്നു. അപ്പോ അവൾ കാണുന്നത് ബെഡിൽ എണീറ്റിരിക്കുന്ന മഹിയെയാണ്. ഇതെന്താ? അവൾ വിറയലോട് ചോദിച്ചു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നൊരാൾ വരുമെന്ന്. അയാളുടെ വരവറിയിക്കുക. താനൊന്ന് എണീറ്റേ, എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. അവൾ പെട്ടെന്നെണീറ്റു. മഹി പറയുന്നതൊക്കെ കേട്ട് അവളുടെ കണ്ണ് മിഴിഞ്ഞു. നിമിഷ നേരം കഴിഞ്ഞതും മഹി ദേഷ്യത്തോടെ ഡോർ മലർക്ക തുറന്നു. മുന്നിൽ കത്തി ജ്വലിച്ചുകൊണ്ട് അവൾ, എന്താടി പാതിരാത്രി കയറി വന്ന് തോന്നിവാസം കാണിക്കുന്നോ? നിന്റെ ഭ്രാന്ത് എൻ്റെ അടുത്ത് വേണ്ട. അവൻ നിന്ന് വിറച്ചു. അവൾ അവനെ ആകമാനം നോക്കി. അവൻ്റെ മുടിയിഴകൾ ചിലന്നിട്ടുണ്ട്. ടീഷർട്ട് ഇപ്പോൾ എടുത്തിട്ട മട്ടിൽ, നെഞ്ചിൽ സിന്ദൂര ചുവപ്പ്. അവൻ്റെ കവിളിന് കീഴെ കുഞ്ഞ് കറുത്ത പൊട്ടുകൂടി കണ്ടതും അവൾക്ക് നിയന്ത്രണം വിട്ടു. എവിടെ അവൾ? അവനെ തള്ളിക്കൊണ്ടവൾ അകത്തേക്ക് കയറി. ഡ്രസ്സ് നേരെയാക്കി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന അവളെ കണ്ടതും ലച്ചു അവളുടെ നേരെ പാഞ്ഞു ചെന്നു. എടി, ആരടി നീ? ചന്തു ഒരു നിമിഷം പകച്ചുപോയി. അത്രയും രുദ്രഭാവത്തിൽ ഒരു പെൺകുട്ടി. പെട്ടെന്ന് അവൾക്ക് നടുവിലേക്ക് മഹി കയറി നിന്നു. നിനക്കറിയില്ലേ ഇവൾ ആരാണെന്ന്? ഇവൾ എൻ്റെ ഭാര്യ. ഞാൻ ഇഷ്ടത്തോടെ പ്രണയത്തോടെ താലി കെട്ടി സ്വന്തമാക്കിയ എൻ്റെ പെണ്ണ്, ഈ മഹേശ്വരൻ്റെ പ്രാണൻ. ചന്തുവിൻ്റെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് മഹി അത് പറയുമ്പോൾ ലച്ചുവിൻ്റെ മുഖത്ത് അടിയേറ്റതുപോലായിപ്പോയി. പക്ഷേ തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തവളെ പോലെ അവൾ കത്തുന്ന മിഴിയോടെ അവനെ നോക്കി. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയുക. നിങ്ങൾക്കങ്ങനെ ആരെയും സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങളേതോ നാടക നടിയെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരുടെയും മുന്നിൽ ഭാര്യയെ ചിത്രീകരിക്കുകയാണ്, എൻ്റെ കണ്ണിൽ പൊടിയിടാൻ. ഇത് വിശ്വസിക്കാൻ ഞാൻ മണ്ടിയൊന്നുമല്ല. സത്യം ഞാൻ ഇവളെ കൊണ്ട് പറയിക്കും. അവൾ ചന്തുവിൻ്റെ മുടിക്കുത്തിൽ പിടിക്കാൻ കൈയുയർത്തി. മഹിയുടെ നിയന്ത്രണം വിട്ടു. കണ്ണുകളിൽ കോപാഗ്നി നിറഞ്ഞു. അവൻ ദേഷ്യത്തോടെ സർവശക്തിയിൽ അവളുടെ കാരണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു. അവൻ്റെ ആ അടിയുടെ ശക്തിയിൽ അവൾ നിലത്തേക്ക് വേച്ചു വീണുപോയി. അവൾ കത്തുന്ന മിഴിയോടെ മഹിയെ നോക്കി. നിങ്ങൾ എന്നെ തല്ലി അല്ലേ? അവൾ ചാടി എണീറ്റു. അവളുടെ ചുണ്ടു പൊട്ടി രക്തം കിനിഞ്ഞിരുന്നു. തല്ലുകയല്ല, എൻ്റെ പെണ്ണിന് നേരെ. നിൻ്റെയെന്നല്ല, ആരുടെയെങ്കിലും കൈ ഉയർന്നാ കൊന്നുകളയും ഞാൻ. മഹി പല്ലുകൾ ഞെരിച്ചു. ചന്തു തൻ്റെ ഹൃദയം തുറന്നാണ് അവൻ്റെ വാക്കുകൾ കേൾക്കുന്നത്, അതും ഏറുന്ന നെഞ്ചിടിപ്പോടെ. അവൾക്ക് ശരീരമാസകലം കോരിത്തരിക്കുന്ന പോലെ, ശരീരത്തിലുടനീളം രക്തം കുതിക്കുന്ന പോലെ, അടിവയറ്റിൽ മഞ്ഞുതുള്ളി വീണ പോലെ. അവൻ്റെ വാക്കുകൾ അതവളെ വല്ലാതങ്ങ് പിടിച്ചു നിർത്തിയ പോലെ, അവൾക്ക് ഹൃദയത്തിന് ഉറപ്പ് നൽകിയതുപോലെ, ആകെ ഒരു ബലം കിട്ടിയതുപോലെ. അവളുടെ നോട്ടം അവനിൽ പതിഞ്ഞു. ആ നിമിഷം അവൾ അവൻ്റെ പെണ്ണാണ് എന്നൊരു തോന്നൽ അവളിൽ ഉടലെടുത്തു. അതവളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിയിച്ചു. എടി മോളെ, നീ എന്ത് കണ്ടിട്ടടി ചിരിക്കുന്നത്? നാളെ നേരം പുലരുമ്പോൾ കണ്ടുപോകരുത് നിന്നെ. ഇല്ലെങ്കിൽ നിന്റെ പല്ലും നഖവും പോലും നിനക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടില്ല. കൊന്നു കുഴിച്ചു മൂടും ഞാൻ. ലച്ചുവിൻ്റെ ആക്രോശം കേട്ടതും ചന്തുവിൻ്റെ മുഖം മാറി. ഒരു നിമിഷം അവൾ അവളെ തന്നെ മറന്നു. ആ നിമിഷം അവളുടെ കൈ ഉയർന്നു താണു. പടക്കം പൊട്ടിയ പോലൊരു ശബ്ദം. മഹി ചന്തുവിനെ മിഴിച്ചു നോക്കി. ഇതിപ്പോൾ ഇവിടെ ആരാ പടക്കം പൊട്ടിച്ചതെന്നൊരു ഭാവം. ഞാനല്ലല്ലോ അല്ലേ? വിശ്വാസം വരാതെ അവൻ സ്വന്തം കൈയിലേക്ക് ഒന്നുയർത്തി നോക്കി. പിന്നെ അമ്പരപ്പോടെ ചന്തുവിനെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദേഷ്യം അതാദ്യമായി കാണുകയാണവൻ. നാണമില്ലല്ലോ നിനക്ക് ഇങ്ങനെയുള്ള വാക്കുകൾ വിളിച്ചു പറയാൻ, അതും ഒരു പുരുഷൻ്റെ മുന്നിൽ? ഛേ, നീയൊക്കെ ഒരു പെണ്ണാണോ? വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല.
പെണ്ണായ തൻ്റെ ഇടം വേണം. പക്ഷേ ഇത്രയ്ക്കും അധം പതിക്കരുത്. ജനിപ്പിച്ചവർ കൂടി പേര് കേൾപ്പിക്കാൻ ഒരു ജന്മം. ഛേ! അവൾ വെറുപ്പോടെ മുഖം ചെരിച്ചു. ഞെട്ടിമിഴിച്ച് മഹിയുടെ കണ്ണ് തള്ളി തള്ളി ഇപ്പം താഴെ വീഴും എന്ന മട്ടിലാണ്. എടി, നീ എൻ്റെ മേലെ കൈവയ്ക്കാറായോ? എന്ത് യോഗ്യത ഉണ്ടടി നാണം കെട്ടവളെ നിനക്കെൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ? തിളച്ചു മറിഞ്ഞുകൊണ്ട് ലച്ചു ചീറി. ഇതാണെൻ്റെ യോഗ്യത. ചന്തു തൻ്റെ കഴുത്തിൽ ടോപ്പിൽ മറഞ്ഞു കിടന്ന താലിമാല കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചു. കണ്ടോ നീ, എൻ്റെ മഹിയേട്ടൻ എൻ്റെ കഴുത്തിൽ ചാർത്തിയ ഈ താലി? ഇതാണെൻ്റെ യോഗ്യത. അവളുടെ ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിപ്പോയി മഹി. അത്രയ്ക്കും ഉറപ്പോടെയായിരുന്നു ചന്തു ആ വാക്കുകൾ പറഞ്ഞത്. അവൻ വിശ്വസിക്കാൻ കഴിയാതെ അവളെ നോക്കി നിന്നുപോയി. ലച്ചുവിൻ്റെ കണ്ണുകൾ ചന്തു ഉയർത്തിപ്പിടിച്ച മാലയുടെ അറ്റത്ത് തൂങ്ങിയാടുന്ന താലിയിലെത്തി നിന്നു. ആ താലിക്ക് വല്ലാത്തൊരു തിളക്കമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആ തിളക്കം താങ്ങാനാകാതെ അവളുടെ കണ്ണടഞ്ഞുപോയി. ഇനിയും ഒരു നിമിഷം ഞങ്ങളുടെ സ്വകാര്യതയിൽ തടസ്സമായി നിന്ന, നീണ്ട വിരൽ ചൂണ്ടി ചന്തു പറഞ്ഞതും ലച്ചു ഒന്ന് പകച്ചുപോയി. ലച്ചു മാത്രമല്ല, ചന്തുവിൻ്റെ ആ ഭാവം കണ്ട് മഹിയുടെ കിളികൾ മുഴുവൻ ഒറ്റയടിക്ക് പറന്നുപോയി. അവൻ ചന്തുവിനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ഇതാരാണപ്പാ? കുറച്ചു മുൻപ് വരെയും മിണ്ടാൻ പോലും പേടിച്ചു നിന്ന പൂച്ചക്കുട്ടി തന്നെയാണോ? ഹേയ്, അല്ല, ഇത് മറ്റാരോ ആണ്. മഹി മുന്നിൽ നടക്കുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. കാണിച്ചു തരാടി നിനക്ക് ഞാൻ ആരാണെന്ന്, വെല്ലു വിളിക്കും പോലെ പറഞ്ഞുകൊണ്ട് ലച്ചു പറഞ്ഞു. ഐ ആം വെയിറ്റിംഗ്, വിജയ് സ്റ്റൈലിൽ പറഞ്ഞുകൊണ്ട് ചന്തു ചിരിയോടെ പറഞ്ഞു. ഇറങ്ങിപ്പോടി, പാതിരാത്രി അവൾ ചീപ്പ് ഷോയും കൊണ്ട് വന്നേക്കുന്നു. ചന്തു പുച്ഛത്തോടെ പറഞ്ഞതും മഹിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ചവിട്ടി കുലുക്കി അവൾ പുറത്തേക്ക് പാഞ്ഞു. ചന്തു ഒരിളം പുഞ്ചിരിയോടെ പോയി ഡോർ ചാരി ലോക്കിട്ടു. അവൾ തിരിഞ്ഞതും പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ അവളെ തന്നെ നോക്കിയിരിക്കുന്ന മഹിയെ കണ്ട് അമ്പരന്നു. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒരു തരം ജാള്യതയോടെ അവൾ ചോദിച്ചു. ഇവിടിപ്പോ എന്താ ഉണ്ടായേ? അവൻ മറുചോദ്യം ചോദിച്ചു. അവൾ ഒന്നിളിച്ചു. അത് പിന്നെ ആ കുട്ടി മഹിയേട്ടൻ്റെ. അവൾ പെട്ടെന്ന് നാവ് കടിച്ചു. സോറി, അവൾ അങ്ങനെ ചീത്തവാക്ക് പറഞ്ഞപ്പോൾ അതിനെൻ്റെ പാറുവിൻ്റെ പ്രായമേ കാണൂ. എന്നിട്ടാ ഇങ്ങനെയൊക്കെ. എനിക്കങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അറിയാതെ പ്രതികരിച്ചു പോയതാ. മഹി പുഞ്ചിരിച്ചു. നന്നായി. ഞാൻ കരുതി ലച്ച് വരുമ്പോൾ തനിക്ക് കാവലായി ഞാൻ നിൽക്കണ്ട വരുമെന്ന്. ഇപ്പം മനസ്സിലായി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കാൻ തനിക്കറിയാം. കീപ് ഇറ്റ് അപ്പ്. ഇവിടെ പിടിച്ചു നിൽക്കണേ, ധൈര്യം അത്യാവശ്യമാണെന്ന് മനസ്സിലായല്ലോ. തനിക്കതുണ്ട്. ആവശ്യം വരുമ്പോൾ മാത്രമേ പുറത്തെടുക്കൂ എന്ന് മാത്രം അല്ലേ? അവൾ നാണത്തോടെ മുഖം കുനിച്ചു പിടിച്ചു. എടോ, കിടക്കണ്ടേ? നേരം വെളുക്കാറായി. അവൻ്റെ ബെഡിലായി കിടന്ന ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് അവൾ നിലത്തേക്ക് വിരിച്ചു കിടന്നു. ലച്ച് വന്നപ്പോൾ ഒക്കെയും ബെഡിലേക്ക് ഇട്ടതാണ്. അവളെ നോക്കിക്കൊണ്ട് അവൻ ഇരുന്നു. എന്നാലും ഇത്രയും ധൈര്യം ഇയാൾക്കുണ്ടായിരുന്നോ? അപ്പോൾ എൻ്റെ സെലക്ഷൻ തെറ്റിയില്ല. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ ബെഡിലേക്ക് മലർന്നു. താഴെ കിടന്ന ചന്തുവിൻ്റെ മനസ്സ് തുള്ളിക്കുതിക്കുകയാണ്. ഇത്രയും ധൈര്യം പകർന്നു തന്നത് മഹിയേട്ടൻ്റെ വാക്കുകളാണ്. അവൾ അവൻ്റെ ഓരോ വാക്കും ഹൃദയത്തിൽ റിവൈൻ ചെയ്ത് കേട്ടു. അറിയാതെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൾ കഴുത്തിൽ കിടന്ന താലിയിൽ പിടിമുറുക്കി. അതുയർത്തിക്കൊണ്ടുവന്ന് കണ്ണുകളിലേക്ക് വച്ചു. മനസ്സുകൊണ്ട് ഞാൻ മഹിയേട്ടൻ്റെ ഭാര്യ ആയതുപോലെ അവൾ നിറഞ്ഞ സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു പിടിച്ചു. പിറ്റേന്ന് ചന്തുവിൻ്റെ വീട്. രാവിലെ അമ്മയുടെ നിർത്താതെയുള്ള ചുമകേട്ടാണ് പാറു റൂമിലേക്ക് ഓടിച്ചെന്നത്. അമ്മേ, ആവി പിടിച്ചിട്ടും ചുമയ്ക്ക് കുറവില്ലല്ലോ. സാരമില്ല മോളെ, ചുമ പതിയെ മാറുള്ളൂ. ഞാൻ എന്തായാലും ചുക്ക് കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ, അമ്മ ഇത്തിരി കുടിക്ക്.
ഞാൻ ഇത്തിരി കൂടി ചുക്ക് ശാരദേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങാം. കുറച്ചുകൂടി ഉണ്ടാക്കിയാ ഞാൻ കോളേജിൽ പോകുമ്പോൾ അമ്മയ്ക്ക് കുറേശ്ശെ കുടിക്കാലോ. വേണ്ട മോളെ, ആകെ ഒരു മനംമറിപ്പാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചേച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. അമ്മ വേഗം സുഖമായിട്ട് വേണം എനിക്ക് ചേച്ചിയെ വിളിക്കാൻ. അമ്മയുടെ ചുമ വല്ലതും കേട്ടാ പിന്നെ അതിനവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല. അവർ ഒന്ന് മൂളി. പവി എണീറ്റില്ലേ മോളെ? ഇല്ലമ്മേ, ഇന്നലെ ലേറ്റായിട്ടാ കിടന്നേ. സ്കൂളിൽ പോകുന്നില്ലല്ലോ. കൂട്ടുകാർ കൊടുത്ത നോട്ട്സ് എല്ലാം ഇരുന്ന് പഠിക്കുമായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ ഭയങ്കര കൊതിയാ. എന്ത് ചെയ്യാനാ എൻ്റെ ഈശ്വരന്മാരെ. അവർ വേദനയോടെ നെഞ്ചിൽ കൈവച്ചു. അമ്മേ, ഇനി അതോർത്ത് വിഷമിച്ച് BP കൂടി കൂട്ടണ്ട. ദേ കാപ്പി കുടിക്ക്. ഞാൻ ശാരദേച്ചിയുടെ വീട് വരെയും പോയിട്ട് ഓടി വരാം. അവർ നിറഞ്ഞ കണ്ണുകൾ ഒപ്പി തലയാട്ടി. പാറു വേഗം പിന്നാമ്പുറത്തൂടെ പുറത്തേക്ക് പാഞ്ഞു. 10 ചുവട് വെച്ച ശാരദേച്ചിയുടെ വീടാണ്. അവൾ മുറ്റത്തേക്ക് കയറി. ഒതുക്കിയിട്ടിരിക്കുന്ന ഓട്ടോ കണ്ടതും അവളുടെ മുഖം വിടർന്നു. ശാരദേച്ചി, ഉറക്ക വിളിച്ചുകൊണ്ടവൾ അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടെ ആരെയും കാണാത്തതും അവൾ കുറച്ചുള്ളിലേക്ക് എത്തി നോക്കി. ശാരദേച്ചി! ആ പാറു, കയറി വാ മോളെ. അവരുടെ ശബ്ദം കേട്ടതും അവൾ അകത്തേക്ക് കയറി. എന്നാ അവളുടെ കയ്യിൽ ഒരു പിടി വീണതും ആ കൈ അവളെ വലിച്ചെടുത്തതും ഒന്നിച്ചായിരുന്നു. അവളുടെ നെഞ്ചിലൊരു ഭാരം വന്ന് നിറഞ്ഞു. അവളെ വലിച്ച് നെഞ്ചിലേക്കിട്ടുകൊണ്ട് അവളുടെ അരയിൽ 2 കൈകൾ മുറുകി. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. പാറൂസേ. പ്രണയം നിറഞ്ഞ നേർത്ത ശബ്ദം കാതിനരികെ. അവളുടെ ശ്വാസം തന്നെ വിലങ്ങിപ്പോയി. അവൻ അവളുടെ കാതിൽ മെല്ലെ ഊതി. അവൾ വിറയലോടെ അവനെ മുറുകെ പിടിച്ചു. അവൻ ആ തുടുത്ത കാതിൽ മെല്ലെ കടിച്ചു. അവൾ ശ്വാസം മേലേക്ക് വലിച്ചു. എത്ര ദിവസമായി പെണ്ണെ നിന്നെ ശരിക്കും ഒന്ന് കണ്ടിട്ട്. പരിഭവത്തോടെയുള്ള അവൻ്റെ സ്വരം. അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. അവൻ്റെ കൈയുടെ ചൂട് അവളിൽ വിയർപ്പ് കണങ്ങൾ പൊടിച്ചു. കിച്ച. അവളുടെ കണ്ണുകൾ അവനിൽ ഒഴുകി നടന്നു. വെളുത്ത വട്ട മുഖമാണവന്. കുഞ്ഞിക്കണ്ണുകളും നീണ്ട മൂക്കും, കട്ടിമീശയും ഇളം ചുവപ്പോടു കൂടിയ ചുണ്ടുകളും. ചിരിക്കുമ്പോൾ കവിളിൽ തെളിയുന്ന നുണക്കുഴികളാണ് അവൻ്റെ ഹൈലൈറ്റ്. വെളുത്ത കഴുത്തിൽ രുദ്രാക്ഷം കെട്ടി, സ്വർണം കെട്ടിയ രുദ്രാക്ഷം. വിരിഞ്ഞ നെഞ്ച്, ഷർട്ടില്ല, മടക്കി കുത്തിയ മുണ്ടു മാത്രം. അവൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന തൻ്റെ മുഖം. അവളുടെ നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നത് പോലെ. കുറച്ച് ദിവസമായി കിച്ചേട്ടനെ ഇങ്ങനെ അടുത്ത് കണ്ടിട്ട്. അവൻ്റെ ചൂടുള്ള ശ്വാസം മുഖത്തേക്ക് പതിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ മെല്ലെ കൂമ്പി. പാറൂസേ. അവൻ്റെ ചുണ്ട് അവളുടെ ചുവന്ന കവിളിൽ പതിഞ്ഞു. അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു, മുഖം ചേരിച്ചു. അവൻ മെല്ലെ അവളുടെ താടിയിൽ ചെറുതായി കടിച്ചു. വേദനിപ്പിക്കാതെ, എന്നാ അതീവ പ്രണയത്തോടെ. കിച്ച. അവൾ മെല്ലെ വിളിച്ചു. അമ്മ, അമ്മയില്ലേ? ഒരു തരം ഭയത്തോടെ അവൾ ചോദിച്ചു. ഇല്ലടാ, അമ്മ രാവിലെ മഹാദേവ ക്ഷേത്രത്തിൽ പോയി. ഹേ, അപ്പം ഞാൻ കേട്ടതോ? അത്. കള്ളച്ചിരിയോടെ അവൻ കവളിൽ നെല്ലിക്ക ഉണ്ടാക്കി. കിച്ച. അവൾ ഇടുപ്പിൽ കൈകുത്തി അവനെ നോക്കി. അവൻ പെട്ടെന്ന് അവളുടെ അരയിൽ ചുറ്റി വലിച്ചു. അവൾ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. പിടച്ച മിഴികൾ ഉയർത്തി അവനെ നോക്കി. എൻ്റെ ഈ പൂച്ചക്കുട്ടി അകത്തേക്ക് വരണമെങ്കിൽ അതല്ലേ ഉള്ളൂ മാർഗം. കഷ്ടപ്പെട്ട് മാസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് പഠിച്ചെടുത്തതാ. അവൾ ചിരിച്ചുപോയി. ഈ കിച്ചൻ്റെ ഒരു കാര്യം നമ്മൾ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ, പിന്നെന്താ? അപ്പോൾ ഹോസ്പിറ്റൽ പോകുന്ന ടെൻഷനായിരുന്നില്ലേ പാറൂസേ? എനിക്കെൻ്റെ പെണ്ണിനെ അങ്ങനെ കാണാനല്ലല്ലോ ആഗ്രഹം. ദേ ഇങ്ങനെ എൻ്റെ തൊട്ടടുത്ത്. എൻ്റെ ശ്വാസം എൻ്റെ പെണ്ണിൻ്റെ മുഖത്തേക്ക് തട്ടുമ്പോൾ പിടച്ചിലോടെ എന്നെ നോക്കുന്ന ഈ നോട്ടം, ഇതല്ലേ എനിക്ക് വേണ്ടത്? അവളുടെ കവിളുകൾ രക്തം തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്നു. ഒപ്പം അവൾ ഉമിനീർ വിഴുങ്ങി.
അവൻ്റെ കണ്ണുകൾ അവളുടെ ശംഖ് പോലുള്ള കഴുത്തിലേക്ക് നീണ്ടു. അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഒപ്പം അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവൾ പൂച്ചക്കുഞ്ഞിൻ്റെ വിറയലോടെ അവനിൽ പതുങ്ങി. അവൻ്റെ ചുണ്ടുകൾ അവളിൽ ഉരുണ്ടുകൂടിയ വിയർപ്പ് കണത്തെ പ്രണയത്തോടെ നുണഞ്ഞെടുത്തു. അവളുടെ കഴുത്തിലൂടെ അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു നടന്നു. അവൻ്റെ കൈ അരയിൽ മുറുകി. കിച്ച, മതി, വേദനിക്കുന്നു, അവൾ മെല്ലെ പറഞ്ഞു. അവൻ കൈ അയച്ചു. ഒപ്പം അവളുടെ കർണഞരമ്പ് കടിച്ചു നുണഞ്ഞു. കിച്ച. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ ചുവന്നിരിക്കുന്നു. കവിളുകളും ചുണ്ടും വിറകൊള്ളുന്നു. ഇളം പച്ച കളർ പട്ടുപാവാടയും ബ്ലൗസുമാണ് വേഷം. ഇടതൂർന്ന മുടി വിടർത്തിയിട്ടിട്ടുണ്ട്. കണ്ണിൽ കരി നീട്ടി എഴുതി. നെറ്റിയിൽ വില്ലുപോലെ വളഞ്ഞ പുരികത്തിൻ്റെ നടുവിൽ കുഞ്ഞു കറുത്ത പൊട്ടും മുകളിൽ ചന്ദനക്കുറിയും. മൂക്കിൽ ചുവന്ന കല്ല് മൂക്കുത്തി തിളക്കം. ചുവന്നു തുടുത്ത ചുണ്ടുകൾ, നിരയൊത്ത പല്ലുകൾ, കാതിൽ ഭംഗിയുള്ള ജിമുക്ക, കഴുത്തിൽ നേർത്ത ഒരു ചെയിൻ. ഒപ്പം അവൻ്റെ പ്രണയത്തിൻ്റെ അടയാളം തെളിഞ്ഞു കാണാം. ഇതാണ് അവൻ്റെ സ്വർഗം, അവൻ്റെ പെണ്ണ്, അവളുടെ മാത്രം കിച്ചനാണവൻ. ഇവരുടെ പ്രണയമറിയുന്നത് പവിക്ക് മാത്രമാണ്. ശരത്തിൻ്റെ കിടിലൻ പ്രപ്പോസൽ നേരിൽ കണ്ട് കിളിപോയതാണ് കൊച്ചിൻ്റെ. അതെങ്ങനെയെന്നല്ലേ? അതറിയാൻ അടുത്ത പാർട്ടിനായി കാത്തിരിക്കൂ.